ശാന്തി. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ഡ്രാമയുടെ കളി ആക്യുറേറ്റായി നടന്നുകൊണ്ടിരിക്കുന്നു. ആരുടെ ഏത് പാർട്ട് ഏത് നിമിഷം നടക്കണമോ അത് തന്നെയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ പ്രഭാവം എപ്പോൾ ഉണ്ടാകും? ഇപ്പോൾ വരെയും ഏതൊരു ശക്തിയുടെ കുറവുണ്ട്? ഉത്തരം: എപ്പോൾ യോഗത്തിൽ ശക്തിശാലിയാകുമോ അപ്പോൾ പ്രഭാവം ഉണ്ടാകും. ഇപ്പോൾ ആ മൂർച്ച ഇല്ല. ഓർമ്മയിലൂടെ തന്നെയാണ് ശക്തി ലഭിക്കുന്നത്. ജ്ഞാനമാകുന്ന വാളിൽ ഓർമ്മയുടെ മൂർച്ച ആവശ്യമാണ്. അത് ഇപ്പോൾ വരെയും കുറവാണ്. അഥവാ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും എങ്കിൽ തോണി അക്കരെ എത്തും. ഇത് സെക്കൻഡിന്റെ മാത്രം കാര്യമാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവ് എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ബാക്കി എല്ലാവരും ആത്മാക്കളാണ്. ആ ഒന്നിനെ പരമാത്മാവ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാനും ആത്മാവ് തന്നെയാണ്. എന്നാൽ ഞാൻ പരമം സുപ്രീം സത്യവും ആണ്. ഞാൻ തന്നെയാണ് പതീത പാവനനും ജ്ഞാനത്തിന്റെ സാഗരവും. ബാബ പറയുന്നു, ഞാൻ ഭാരതത്തിൽ വരുന്നത് തന്നെ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കുവാനാണ്. നിങ്ങൾ തന്നെയാണ് അധികാരിയായിരുന്നത്. ഇപ്പോൾ സ്മൃതി വന്നു കഴിഞ്ഞു. കുട്ടികൾക്ക് സ്മൃതി നൽകുന്നു. നിങ്ങൾ ആദ്യം സത്യയുഗത്തിൽ വന്നു, പിന്നെ പാട്ട് അഭിനയിക്കുന്നു. 84 ജന്മങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ അന്തിമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ആത്മാവ് തന്നെയാണ് ദേഹത്തോടൊപ്പം ആത്മാക്കളോട് സംസാരിക്കുന്നത്. ആത്മാഭിമാനിയായി ഇരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ദേഹാഭിമാനമുണ്ട്. ഞാൻ ആത്മാവാണ്, ഇത് എല്ലാവരും മറന്നിരിക്കുന്നു. പറയുന്നുമുണ്ട് പാപാത്മാവ്, പുണ്യാത്മാവ്, മഹാൻ ആത്മാവ് എന്ന്. അവർ പിന്നെ പരമാത്മാവുക സാധ്യമല്ല. ആർക്കും തന്നെ സ്വയം താൻ ശിവനാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. ശരീരങ്ങൾക്ക് ശിവൻ എന്ന നാമമുള്ള ധാരാളം പേരുണ്ട്. ആത്മാവ് എപ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്നുവോ അപ്പോൾ പേരിടുന്നു. കാരണം ശരീരത്തിലൂടെയാണ് പാട്ട് അഭിനയിക്കേണ്ടത്. അപ്പോൾ മനുഷ്യർ പിന്നെ ശരീരത്തിന്റെ ബോധത്തിൽ വന്നു പോകുന്നു, ഞാൻ ഇന്നയാളാണ് എന്ന്. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അതെ, ഞാൻ ആത്മാവാണ്. ഞാൻ 84ന്റെ പാട്ട് അഭിനയിച്ചു. ഇപ്പോൾ നമ്മൾ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആത്മാക്കൾ സതോ പ്രധാനമായിരുന്നു, പിന്നെ ഇപ്പോൾ തമോ പ്രധാനം ആയിരിക്കുന്നു. ബാബ വരുന്നത് തന്നെ എല്ലാ ആത്മാക്കളിലും തുരുമ്പ് പിടിക്കുമ്പോഴാണ്. സ്വർണത്തിൽ ഏതുപോലെ കലർപ്പ് ചേരുന്നില്ലേ? നിങ്ങൾ ആദ്യം സത്യമായ സ്വർണമാണ്, പിന്നീട് വെള്ളിയും ചെമ്പും ഇരുമ്പുമായി നിങ്ങൾ തികച്ചും കറുത്തുപോയി. ഈ കാര്യം മറ്റാർക്കും മനസ്സിലാക്കിക്കുവാൻ സാധിക്കില്ല. എല്ലാവരും പറയുന്നു ആത്മാവ് നിർലേപമാണ്. കലർപ്പ് ചേരുന്നത് എങ്ങനെയാണ്? ഇതും ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. എപ്പോഴാണോ തീർത്തും തമോ പ്രധാനമായി മാറുന്നത് അപ്പോൾ വരുന്നു. ആക്യുറേറ്റ് സമയത്ത് വരുന്നു. ഏതുപോലെ ഡ്രാമയിൽ
ആക്യുറേറ്റായി കളി നടക്കുന്നുവല്ലോ. ഏത് പാർട്ട് ഏത് നിമിഷം ഉണ്ടാകണമോ അതേ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ആകും. അതിൽ അല്പം പോലും വ്യത്യാസം വരിക സാധ്യമല്ല. അത് പരിധിയുള്ള ഡ്രാമയാണ്, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇവയെല്ലാം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ പറയുന്നു, നിങ്ങൾ എന്ത് പാർട്ട് അഭിനയിച്ചുവോ അത് ഡ്രാമ അനുസരിച്ചാണ്. ഒരു മനുഷ്യൻ പോലും രചയിതാവിനെയോ രചനയുടെ ആദി മധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. ഋഷി മുനിമാരും നേത്തി നേത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, രചയിതാവിനെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയാമോ എന്ന്. എങ്കിൽ നിങ്ങൾ ഉടൻ പറയും, അതെ. അതും നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ, പിന്നീട് ഒരിക്കലും സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെയാണ് രചയിതാവ് എന്നെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയുന്നത്. ശരി, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോൾ ഉണ്ടാകും? ഇത് അറിയുന്നുണ്ടാകുമോ? ഇല്ല, ഇവരിൽ യാതൊരു ജ്ഞാനവും ഇല്ല. ഇതാകട്ടെ വണ്ടറാണ്. നിങ്ങൾ പറയുന്നു നമ്മളിൽ ജ്ഞാനമുണ്ട്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാബയുടെ പാർട്ട് തന്നെ ഒരു പ്രാവശ്യത്തേതാണ്. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ ഈ ലക്ഷ്മി നാരായണൻ ആകുന്നതിൻ്റെതാണ്. ആയി കഴിഞ്ഞുവെങ്കിൽ പിന്നെ പഠനത്തിന്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ബാരിസ്റ്റർ ആയെങ്കിൽ ആയി. ബാബ പഠിപ്പിക്കുന്ന ആളാണ്. ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് എല്ലാം സഹജമാക്കി തന്നിരിക്കുന്നു. ബാബ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഞാൻ ബാബയുടേതാണ്. ആദ്യം നിങ്ങൾ നാസ്തികരായിരുന്നു, ഇപ്പോൾ ആസ്തികരായിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണനും ആസ്തികരായാണ് ഈ സമ്പത്ത് എടുത്തത്. അത് ഇപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആസ്തികർ ആയിക്കൊണ്ടിരിക്കുന്നു. ആസ്തികർ, നാസ്തികർ, ഈ വാക്കുകൾ ഈ സമയത്തേതാണ്. അവിടെ ഈ വാക്ക് തന്നെ ഇല്ല. ചോദിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ചോദ്യങ്ങൾ ഉയരുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, രചയിതാവിനെയും രചനയെയും അറിയുന്നുണ്ടോ എന്ന്. അപ്പോൾ പറയുന്നു, ഇല്ല. ബാബ തന്നെയാണ് വന്ന് തന്റെ പരിചയം നൽകുന്നത്. രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പരിധിയില്ലാത്ത അധികാരിയും രചയിതാവുമാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. മറ്റ് ധർമ്മസ്ഥാപകരും ഇവിടെ തീർച്ചയായും വരുന്നു. നിങ്ങൾക്ക് സാക്ഷാത്കാരം കാണിച്ചിരുന്നു. ഇബ്രാഹിം, ക്രൈസ്റ്റ് ആദിയായവർ എങ്ങനെ വരുന്നു എന്ന്. അവരാണെങ്കിൽ ഒടുവിൽ എപ്പോഴാണോ വളരെയധികം ശബ്ദം പുറത്തു വരുന്നത് അപ്പോൾ വരും. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിന്റെ സർവധർമ്മങ്ങളും ത്യാഗം ചെയ്ത് എന്നെ ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങൾ സന്മുഖത്ത് ഇരിക്കുന്നു. സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കരുത്. ഞാൻ ആത്മാവാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ തോണി അക്കരെ എത്തും. സെക്കൻഡിന്റെ കാര്യമാണ്. മുക്തിയിലേക്ക് പോകുന്നതിനായാണ് ഭക്തി പകുതി കൽപ്പം ചെയ്യുന്നത്. എന്നാൽ ഒരു ആത്മാവിനും തിരിച്ചു പോകുവാൻ സാധിക്കുന്നില്ല. 5000 വർഷം മുമ്പും ബാബ ഇത് മനസ്സിലാക്കിച്ചു തന്നിരുന്നു. ഇപ്പോഴും മനസ്സിലാക്കിക്കുന്നു. ശ്രീകൃഷ്ണന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണനെ പിതാവ് എന്നും പറയുകയില്ല. ലൗകികവും അലൗകികവും പാരലൗകികവും ആയ പിതാവുണ്ട്. പരിധിയുള്ള പിതാവാണ് ലൗകികം. പരിധിയില്ലാത്ത പിതാവാണ് ആത്മാക്കളുടെ പാരലൗകികം.
പിന്നെ ഇത് ഒരേ ഒരു സംഗമയുഗി വണ്ടർഫുൾ പിതാവാണ് ഇദ്ദേഹത്തെ അലൗകികം എന്ന് പറയുന്നു. പ്രജാപിത ബ്രഹ്മാവിനെ ആരും ഓർമ്മിക്കുന്നതേയില്ല. ആ ഒന്ന് നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. ഇത് ബുദ്ധിയിൽ വരുന്നില്ല. പറയുന്നുമുണ്ട് ആദിദേവൻ ആഡം എന്ന്. പക്ഷേ പറയാൻ വേണ്ടി മാത്രം. ക്ഷേത്രങ്ങളിലും ആദിദേവന്റെ ചിത്രമുണ്ടല്ലോ. നിങ്ങൾ അവിടെ പോകുമ്പോൾ മനസ്സിലാക്കും, ഇത് നമ്മുടെ സ്മാരകമാണ്. ബാബയും ഇരിക്കുന്നു, നമ്മളും ഇരിക്കുന്നു. ഇവിടെ ബാബ ചൈതന്യത്തിൽ ഇരിക്കുന്നു, അവിടെ ജഡചിത്രം വച്ചിരിക്കുന്നു. മുകളിൽ സ്വർഗവും ശരിയാണ്. ആരെല്ലാം ക്ഷേത്രം കണ്ടിട്ടുണ്ടോ അവർക്കറിയാം, ബാബ നമ്മെ ഇപ്പോൾ ചൈതന്യത്തിൽ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭാവിയിൽ ക്ഷേത്രം ഉണ്ടാക്കുന്നു. ഇത് സ്മൃതിയിൽ വരേണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ സ്മാരകമാണ്. ഇപ്പോൾ നമ്മൾ ഈ ലക്ഷ്മി നാരായണൻ ആയിക്കൊണ്ടിരിക്കുന്നു. ആയിരുന്നു, പിന്നീട് പടി ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോയ ശേഷം രാമരാജ്യത്തിൽ വരും. പിന്നീട് രാവണ രാജ്യം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ വാമമാർഗത്തിലേക്ക് പോകുന്നു. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സമയം എല്ലാ മനുഷ്യരും പതീതമാണ്. അതിനാൽ വിളിക്കുന്നു, ഹേ പതീത പാവന, വന്ന് നമ്മെ പാവനമാക്കി മാറ്റൂ. ദുഃഖം ഹരിച്ച് സുഖത്തിന്റെ വഴി പറഞ്ഞു തരൂ. പറയുന്നുമുണ്ട്, ഭഗവാൻ തീർച്ചയായും ഏതെങ്കിലും വേഷത്തിൽ വരും എന്ന്. ഇപ്പോൾ പട്ടിയിലും പൂച്ചയിലും കല്ലിലും മണ്ണിലും മറ്റും വരികയില്ല. പാടപ്പെട്ടിട്ടുണ്ട്, ഭാഗ്യശാലി രഥത്തിൽ വരുന്നു എന്ന്. ബാബ സ്വയം പറയുന്നു, ഞാൻ ഈ സാധാരണ രഥത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹം തന്റെ ജന്മങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ എപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയുണ്ടാകുന്നു, അപ്പോൾ ഞാൻ പ്രവേശിക്കുന്നു. ഭക്തിമാർഗത്തിൽ പാണ്ഡവരുടെ വളരെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. റംഗൂണിൽ ബുദ്ധന്റെയും വളരെ വലിയ ചിത്രമുണ്ട്. ഇത്രയും വലിയ മനുഷ്യരൊന്നും ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ചിരി വരുന്നുണ്ടാകും. രാവണന്റെ ചിത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ദിനം പ്രതിദിനം വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്ത് വസ്തുവാണ്? അതിനെ ഓരോ വർഷവും കത്തിക്കുന്നു. ഇങ്ങനെ ഒരു ശത്രു ഉണ്ടാകുമോ? ശത്രുവിന്റെ ചിത്രമാണ് ഉണ്ടാക്കി കത്തിക്കുന്നത്. ശരി, രാവണൻ ആരാണ്? എപ്പോൾ ശത്രുവായി? അതിനെ ഓരോ വർഷവും കത്തിച്ചു വരുന്നു. ഈ ശത്രുവിനെ കുറിച്ച് ആർക്കും അറിയില്ല. അതിന്റെ അർത്ഥം ആരും തികച്ചും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അത് രാവണ സമ്പ്രദായമാണ്, നിങ്ങൾ രാമ സമ്പ്രദായമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമല പുഷ്പ സമാനമാകൂ, എന്നെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. പറയുന്നു ബാബ, ഹംസത്തിനും കൊക്കിനും എങ്ങനെ ഒരുമിച്ചിരിക്കുവാൻ സാധിക്കും? പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് തീർച്ചയായും ഉണ്ടാകും, സഹിക്കേണ്ടി വരും. ഇതിൽ വലിയ യുക്തികളുമുണ്ട്. ബാബയെ പറയുന്നത് തന്നെ സമർത്ഥനായി രസിപ്പിക്കുന്നവൻ എന്നാണ്. എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നുവല്ലോ. ഹേ ഭഗവാനെ, ദുഃഖം ഹരിച്ച് ദയ കാണിക്കൂ, ലിബറേറ്റ് ചെയ്യൂ. എല്ലാവരുടെയും ലിബറേറ്ററായ ബാബ ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ അടുക്കൽ ആര് വന്നാലും അവർക്ക് പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. കറാച്ചിയിലും ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഇരുന്ന് മനസ്സിലാക്കിക്കുമായിരുന്നു. കുട്ടികളായ നിങ്ങൾ എപ്പോൾ യോഗത്തിൽ ശക്തിശാലിയാകുന്നു, അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രഭാവം പുറത്തു വരും.
ഇപ്പോൾ ഇതുവരെയും ആ മൂർച്ച ഇല്ല. യോഗത്തിലൂടെ ശക്തി ലഭിക്കുന്നു, പഠനത്തിലൂടെ ശക്തി ലഭിക്കുന്നില്ല. ജ്ഞാനം വാളാണ്, അതിൽ ഓർമ്മയുടെ മൂർച്ച നിറയ്ക്കണം. ആ ശക്തി കുറവാണ്. ബാബ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പഠനത്തിൽ ഇത്രയും ശക്തിയില്ല. ഓർമ്മയിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. നിങ്ങൾ തനിക്ക് വേണ്ടിയാണ് സർവ്വതും ചെയ്യുന്നത്. വളരെ പേർ വന്നു പിന്നെ പോയി. മായയും ദുർഘടമാണ്. വളരെ പേർ വരുന്നില്ല. പറയുന്നു, ജ്ഞാനം വളരെ നല്ലതാണ്, സന്തോഷവും ഉണ്ടാകുന്നു. പുറത്തു പോയി തീർന്നു. അല്പം പോലും നിലനിൽക്കാൻ അനുവദിക്കുന്നില്ല. ചിലർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ആഹാ, ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു, നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്ക് പോകട്ടെ. ബാബ പറയുന്നു, ഇപ്പോൾ മുഴുവൻ രാജധാനിയും എവിടെയാണ് സ്ഥാപിതമായത്? നിങ്ങൾ ഈ സമയം ഈശ്വരീയ സന്താനമാണ്, പിന്നെ ദേവതമാരാകും. ഡിഗ്രി കുറഞ്ഞു പോയല്ലോ. മീറ്ററിൽ പോയിന്റ് ഉണ്ടായിരിക്കും, ഇത്രയും പോയിന്റ് കുറവാണ് എന്ന്. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഉയർന്നതാകുന്നു, പിന്നെ കുറഞ്ഞു വന്നു വന്ന് താഴേക്ക് വരുന്നു. പടികൾ താഴേക്ക് ഇറങ്ങുക തന്നെ വേണം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഏണിപ്പടിയുടെ ജ്ഞാനമുണ്ട്. കയറുന്ന കല സർവരുടെയും നന്മ. പിന്നെ പതുക്കെ പതുക്കെ ഇറങ്ങുന്ന കല ഉണ്ടാകുന്നു. തുടക്കം മുതൽ ഈ ചക്രത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങളുടെ കയറുന്ന കല ഉണ്ടാകുന്നു, കാരണം ബാബ കൂടെ ഉണ്ടല്ലോ. ഈശ്വരൻ ആരെയാണോ മനുഷ്യർ സർവവ്യാപി എന്ന് പറയുന്നത്, ആ ബാബ മധുരമധുരമായ കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ പിന്നെ ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ നമ്മെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ആത്മാവ് പഠിക്കുന്നു. ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. നമ്മൾ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നു. അശാന്തം എന്ന വാക്ക് തന്നെ പറയുന്നത് ദുഃഖം ഉണ്ടാകുമ്പോഴാണ്. ബാക്കി ശാന്തി നമ്മുടെ സ്വധർമ്മമാണ്. വളരെ പേർ പറയുന്നു, മനസ്സിന് ശാന്തി ഉണ്ടാകണം. ആത്മാവ് സ്വയം ശാന്ത സ്വരൂപമാണ്. അതിൻ്റെ വീട് തന്നെ ശാന്തിധാമമാണ്. നിങ്ങൾ സ്വയം തന്നെ മറന്നുപോയി. നിങ്ങൾ ശാന്തിധാമത്തിൽ വസിച്ചിരുന്നവരായിരുന്നു. ശാന്തി അവിടെ തന്നെയാണ് ലഭിക്കുക. ഇക്കാലത്ത് പറയുന്നു, ഒരു രാജ്യം, ഒരു ധർമ്മം, ഒരു ഭാഷ ഉണ്ടാകണം. 1 കാസ്റ്റ്, 1 റിലിജൻ, 1 ഗോഡ്. ഇപ്പോൾ ഗവൺമെന്റ് എഴുതുന്നുമുണ്ട് 1 ഗോഡ് എന്ന്. പിന്നെ സർവവ്യാപി എന്ന് എന്തുകൊണ്ട് പറയുന്നു? 1 ഗോഡ് എന്നത് ചിലർ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ നിങ്ങൾ പിന്നെ ഇത് എഴുതണം. ലക്ഷ്മി നാരായണന്റെ ചിത്രമുണ്ടാക്കുന്നു, മുകളിൽ എഴുതണം, സത്യയുഗത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ 1 ഗോഡ്, 1 ഡീറ്റി റിലീജൻ ആയിരുന്നു. എന്നാൽ മനുഷ്യർ ഒന്നും മനസ്സിലാക്കുന്നില്ല, അറ്റൻഷൻ കൊടുക്കുന്നില്ല. അറ്റൻഷൻ പോകുന്നത് നമ്മുടെ ബ്രാഹ്മണ കുലത്തിലുള്ളവരുടേത് ആയിരിക്കും. മറ്റാരും മനസ്സിലാക്കുകയില്ല. അതിനാൽ ബാബ പറയുന്നു, പ്രത്യേകം പ്രത്യേകം ഇരുത്തി പിന്നെ മനസ്സിലാക്കിക്കൂ. ഫോം ഫിൽ ചെയ്യിക്കണം, അപ്പോൾ അറിയാൻ കഴിയും. കാരണം ചിലർ ഒന്നിനെ അംഗീകരിക്കുന്നവരായിരിക്കും, ചിലർ മറ്റൊന്നിനെ. എല്ലാവരെയും ഒരുമിച്ച് എങ്ങനെ മനസ്സിലാക്കിക്കുവാൻ സാധിക്കും? അവരവരുടെ കാര്യം കേൾപ്പിക്കുവാൻ തുടങ്ങും. ആദ്യം ചോദിക്കണം, എവിടെയാണ് വന്നിരിക്കുന്നത്? PK-യുടെ പേര് കേട്ടിട്ടുണ്ടോ? പ്രജാപിത ബ്രഹ്മാവ് നിങ്ങൾക്ക് എന്തായി തോന്നുന്നു? എപ്പോഴെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ
പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമല്ലേ? നമ്മൾ പ്രാക്ടിക്കലിലാണ്. നിങ്ങളും ആണ്, പക്ഷേ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വലിയ യുക്തി ആവശ്യമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ക്ഷേത്രങ്ങളും മറ്റും കാണുമ്പോൾ സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഇവയെല്ലാം നമ്മുടെ തന്നെ സ്മാരകമാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷ്മി നാരായണൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമല പുഷ്പ സമാനം കഴിയണം. ഹംസവും കൊക്കും ഒരുമിച്ചാണെങ്കിൽ വളരെ യുക്തിയോടെ നടക്കണം, സഹിക്കുകയും വേണം. വരദാനം: ഏകതയുടെയും സന്തുഷ്ടതയുടെയും സർട്ടിഫിക്കറ്റിലൂടെ സേവനങ്ങളിൽ സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സേവനങ്ങളിൽ സഫലതാമൂർത്തി ആകുന്നതിനു വേണ്ടി 2 കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട്. ഒന്ന്, സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്നതിൻ്റെ യൂണിറ്റി. 2, സ്വയവും സദാ സന്തുഷ്ടമായിരിക്കൂ, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കൂ. സദാ പരസ്പരം സ്നേഹത്തിൻ്റെ ഭാവനയിലൂടെ, ശ്രേഷ്ഠതയുടെ ഭാവനയിലൂടെ സമ്പർക്കത്തിൽ വരൂ. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റും ലഭിക്കും. പിന്നെ താങ്കളുടെ പ്രാക്ടിക്കൽ ജീവിതം ബാബയുടെ രൂപത്തിൻ്റെ ദർപ്പണമായി മാറും. ആ ദർപ്പണത്തിൽ ബാബ ആരാണോ എങ്ങനെയാണോ അതേപോലെ കാണപ്പെടും. സ്ലോഗൻ: ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് അനേകം ആത്മാക്കൾക്ക് ജീവദാനം നൽകൂ. അപ്പോൾ ആശീർവാദങ്ങൾ ലഭിക്കും. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപം ആക്കൂ. ഏതുപോലെ അഗ്നിയിൽ ഏതെങ്കിലും വസ്തു ഇടുകയാണെങ്കിൽ നാമം, രൂപം, ഗുണം എല്ലാം മാറുന്നു. അതേപോലെ എപ്പോഴാണോ ബാബയുടെ ഓർമ്മയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ പതിക്കുന്നത്, അപ്പോൾ പരിവർത്തനം ഉണ്ടാകുന്നു. മനുഷ്യനിൽ നിന്നും ബ്രാഹ്മണനായി മാറുന്നു. പിന്നെ ബ്രാഹ്മണനിൽ നിന്നും ഫരിഷ്ത സോ ദേവതയായി മാറുന്നു. സ്നേഹത്തിൻ്റെ അഗ്നിയിലൂടെ തൻ്റേതാണെന്ന ഭാവം യാതൊന്നും അവശേഷിക്കാത്ത വിധം പരിവർത്തനം ഉണ്ടാകുന്നു. അതിനാൽ ഓർമ്മയെ തന്നെയാണ് ജ്വാലാരൂപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓം ശാന്തി.